ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പോകുന്നത് ജോർജിയയിലേക്കാണ്. ഖത്തറിൽ നിന്നും ജോർജിയയിലേക്ക് പോവാണ്. ഇത് ഖത്തറിലുള്ള ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലുള്ള ദ ഓർച്ചാർഡാണ്. അവിടെ ഒരു ഗ്രീനറി ഒക്കെ ഉണ്ട്. സമയമില്ലാത്തതിനാൽ നമ്മൾ താഴോട്ട് പോയില്ല. ജസ്റ്റ് അവിടുത്തെ കുറച്ച് ക്ലിപ്സ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഖത്തർ എയർവേസിൽ കൂടെ പോയാൽ 3 മണിക്കൂറിനുള്ളിൽ ജോർജിയയിലെത്താൻ പറ്റും. ഇതൊരു യൂറേഷ്യൻ രാജ്യമാണ് ജോർജിയയിൽ നിന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് പോവുകയാണ്. വഴികളൊക്കെ ഇങ്ങനെയാണ്, ഒരുപാട് ഗ്രീനറി ഉണ്ട്. എനിക്കിവിടെ കൂടുതലും കാണാൻ സാധിച്ചത് പൈൻ മരങ്ങൾ, അതായത് നമ്മുടെ മങ്കീസ് പസിൽ, അതായത് ക്രിസ്മസ് ട്രീ പോലത്തെയുള്ള മരങ്ങളില്ലേ, അത് ഒരുപാട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്നോ വീഴുന്ന സ്ഥലങ്ങളിലെല്ലാം ഏകദേശം നമ്മൾ കാണാൻ പറ്റുന്ന ഒരു ഗ്രീനറി ആണെന്ന് തോന്നുന്നു ഇതൊക്കെ. പിന്നെ ഇവിടെയുള്ള കാറുകളൊക്കെ എല്ലാ കമ്പനീസിൻ്റെയും കാറുകൾ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നല്ല ഗ്രീനറിയും എല്ലാം ഉണ്ട്. സ്നോ വരുന്ന, ഭയങ്കരമായിട്ട് സ്നോ മൂടിക്കിടക്കുന്ന ടൈം, ഡിസംബറിലൊക്കെ ഭയങ്കരമായിട്ട് സ്നോ വരുന്ന ഒരു സമയവും ഇവിടെയുണ്ട്. ജോർജിയ ശരിക്കും കരിങ്കടലിന് കിഴക്കായിട്ട് കോക്കസസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യൂറേഷ്യൻ രാജ്യമാണ്. അതുപോലെ റഷ്യ, ടർക്കി, അർമേനിയ, അസർബൈജാൻ ഇവയൊക്കെയാണ് ജോർജിയയുടെ അയൽ രാജ്യങ്ങൾ. ആധുനിക ജോർജിയയുടെ പ്രദേശം പ്രാചീന ശിലായുഗം മുതൽക്കേ തുടർച്ചയായിട്ട് മനുഷ്യവാസം ഉള്ളതായിരുന്നു. അതിൻ്റെ നാട്ടുരാജ്യങ്ങളാണ് കോൽച്ചിസ്, ഐബീരിയ എന്നൊക്കെ ഉള്ളത് അവരുടെ നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇത് നമ്മുടെ റൂമിന് ഫ്രണ്ടിലായിട്ട് കാണുന്ന ഒരു വ്യൂ ആയിരുന്നു. താഴെക്കൂടെ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഒക്കെ ഉണ്ട്, അവിടേക്ക് പോയില്ല. ഇതാണ് ജോർജിയയുടെ സ്ട്രീറ്റുകൾ. ഇവിടെയൊക്കെ കാണുന്ന ഫ്ലാറ്റുകളാണ് മുകളിലൊക്കെ. അവിടെയൊക്കെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. താഴെയൊക്കെ ഷോപ്പുകളും ഒക്കെയാണ്. ഇതൊരു ട്രാഫിക് സിഗ്നലാണ്. മീൻസ് 4 കവല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനൊരു സ്ഥലമാണ്. ആയിരത്തി 1922 ജോർജിയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പിന്നീട് 1991 ജോർജിയ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വതന്ത്രം. അപ്പോൾ ഇവർക്കൊരു റഷ്യൻ ടച്ച് ഇവർക്ക് എപ്പോഴും ഉണ്ട്. കണ്ടില്ലേ, ഇതാണ് മങ്കീസ് പസിൽ എന്ന് പറയുന്ന ഒരു ട്രീ. അതിവിടെ ഒരുപാടുണ്ട്. നമ്മുടെ രാജ്യത്തും ഉണ്ട് ഇതുപോലെയൊക്കെയുള്ള ഇത്. ഇപ്പം വെക്കുന്നുണ്ടല്ലോ ആൾക്കാർ. കരിങ്കല്ലൊക്കെ വെച്ചിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ കൂടുതൽ ഇവിടെ കാണാൻ സാധിക്കും. വുഡൻ ബിൽഡിങ്സ് അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് രാത്രി കാഴ്ചയാണ്. ട്രാൻസ്പോർട്ട് ബസ്സാണെന്ന് തോന്നുന്നു, പച്ച കളറിലുള്ളത് ഒരുപാടുണ്ട്. അത് വലിയ ബസ്സായിട്ട് ഇൻ്റർകണക്ട് ചെയ്ത 2 ബസ് പോലെ എനിക്ക് തോന്നി. ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കാൻ ഭയങ്കര ഈസിയാണ്. ഹാൻഡിക്യാപ്ഡുള്ള ആൾക്കാരൊക്കെ അവരുടെ വെഹിക്കിളൊക്കെ എടുത്തിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം ടിബ്ലിസി നഗരം കാണാൻ പോവുകയാണ്. ടിബ്ലിസി എന്ന് പറയുന്നത് ജോർജിയയുടെ ക്യാപിറ്റലാണ്. അതായത് ഖുറ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പൂർവ്വ യൂറോപ്യൻ രാജ്യമാണ്. ജോർജിയയുടെ തലസ്ഥാനമാണ് ടിബ്ലിസി. 1.5 ദശലക്ഷം ജനങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട്. ആ കാണുന്നത് ഒരു കാസിനോയാണ്. ഇതൊക്കെ ചർച്ചസ്, ഒരുപാട് ചർച്ചുകൾ നമ്മുടെ ജോർജിയയിൽ കാണാൻ സാധിക്കും. ഖുറ നദിയുടെ ചുറ്റോട് ചുറ്റുമാണ് ഇവരുടെ എല്ലാ ടൂറിസവും, എല്ലാ ഓഫീസുകളും റിസോർട്ടുകളിലും എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. വൈനുകളുടെ പറുദീസയാണ്. അതായത് വൈൻ കണ്ടുപിടിച്ചത് ഇവിടുന്നാണെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് ഒരു ബോട്ടിംഗ് ചെയ്യാൻ, അതായത് ഖുറ നദിയിൽ കൂടെ ഒരു ബോട്ടിംഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളൊക്കെയാണ്. നല്ല ഗ്രീനറിയാണ് ഇതൊക്കെ.
നമ്മളിങ്ങനെ നടന്ന് ഒരു ഗുഹ പോലൊരു സ്ഥലത്തൂടെ, ഒരു ടണൽ പോലൊരു സ്ഥലത്തൂടെ പോയി എത്തുമ്പം നദി കാണാൻ സാധിക്കും, ഖുറ നദി കാണാൻ സാധിക്കും. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഇവിടുത്തെ കറൻസി ലാറി എന്ന് പറയുന്ന കറൻസിയാണ്, ലാറി. ഇപ്പം ഞാൻ കാണിച്ചതാണ് മെത്തീക്കി ചർച്ച്. ഇവിടെ ഒരുപാട് ഫ്ലമിംഗോ ബേർഡ്സുകളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെയാണ് പറക്കുന്നത്. ആ കാണുന്ന ബ്രിഡ്ജാണ് ബ്രിഡ്ജ് ഓഫ് പീസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് അരളിച്ചെടികളും ഒരുപാട് ഇതുപോലെയുള്ള കാട്ടിലൊക്കെ നിറച്ചും പൂക്കളാണ്. കാട്ടിൽ വരെ ചെറിയ ചെറിയ ചെടിയിൽ പോലും പൂക്കൾ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ്. നമുക്കൊരു റോപ്പ് വേയിൽ കൂടിയിട്ട് ഇത് മദർ ഓഫ് ജോർജിയ എന്ന് പറയുന്നൊരു സ്റ്റാച്യു ഉണ്ട്. അതുപോലെ തന്നെ ഏൻഷ്യൻ ടിബ്ലിസിയും കാണാൻ പോകണം. അപ്പം റോപ്പ് വേയിൽ കൂടെ നമ്മൾ പോവുകയാണ്. റോപ്പ് വേ ഏകദേശം ഒരു 20 ലാറിയാണ്. ഇത് മെത്തേക്കി ചർച്ചും നരിഗല ഫോർട്രസും ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത്. നരിഗല ഫോർട്രസിലേക്ക് ഞാൻ പോയില്ല. നമ്മൾ മെത്തേക്കി ചർച്ചിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിൽ മെത്തേക്കി ചർച്ചിൻ്റെ ക്ലിപ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാമേ. ബ്രിഡ്ജ് ഓഫ് പീസും എല്ലാം കാണാൻ സാധിക്കും. റോപ്പ് വേയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു നൈട്രജൻ ബലൂണും ഇരിപ്പുണ്ട്. അത് വർക്കിംഗ് അല്ല. ആ കാണുന്നതാണ് നരിഗല ഫോർട്രസ്. അതിലേക്ക് ഞാൻ പോയില്ല. ഇപ്പോൾ ഇവിടെ പോകുന്ന സ്ഥലത്ത് ബൊട്ടാണിക്കൽ ഗാർഡനും മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്യൂയും ഓൾഡ് ടിബ്ലിസി ടൗണും ഒക്കെ ഉണ്ട്. കുറേ മലകളൊക്കെ കയറി പോകണം. ചർച്ചൊക്കെ ഓരോരോ മലയുടെ മുകളിലായിട്ടാണ് ഓരോ സെയിൻറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതെല്ലാം നടന്ന് കയറി പോകണം. അപ്പോൾ എല്ലായിടത്തും നമുക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നരിഗല ഫോർട്രസ്. മിത്കാവാരി, അതായത് ഖുറ റിവറിന് തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇത് സൾഫർ ബാത്തിനും ബൊട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ടിബ്ലിസിയുടെ നടുക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ബൊട്ടാണിക്കൽ ഗാർഡനിൻ്റെ സൈഡിലേക്കാണ് പോയത്. പക്ഷേ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഇറങ്ങിയില്ല. അവിടെ കൂടുതൽ ഫ്ലവേഴ്സ് പോലെ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ താഴോട്ട് ഇറങ്ങി ചെന്നില്ല. താഴോട്ട് കുറേ നടക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ജസ്റ്റ് മുകളിൽ നിന്നൊന്ന് കണ്ടതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് മുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. മദർ ഓഫ് ജോർജിയയുടെ ഭാഗത്തേക്ക് പോകാൻ വിചാരിച്ചു നിൽക്കുകയാണ്. കൂടുതലും ഇതുപോലെയുള്ള മരങ്ങളാണ്. ഇതാണ് ടിബ്ലിസി നഗരം. മുകളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം കാണാൻ സാധിക്കും. ജോർജിയയുടെ ക്യാപിറ്റലാണ്. ഈ ഒരു ടെലസ്കോപ്പ് എന്തുവാണ് ഒരു സാധനത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിബ്ലിസി നഗരം കാണാൻ സാധിക്കും. ബൈനോക്കുലർ, ടെലസ്കോപ്പ് അല്ല, ബൈനോക്കുലർ. ഈ കാണുന്നതാണ് മദർ ഓഫ് ജോർജിയ എന്ന് പറയുന്ന സ്റ്റാച്യു. മദർ ഓഫ് ജോർജിയനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ജോർജിയൻ വുമൺ, അവരുടെ ജോർജിയൻ നാഷണൽ ഡ്രസ്സിട്ട് നിൽക്കുന്ന ഒരു വുമൻ്റെ ഒരു സ്റ്റാച്യു ആണ്. ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ബൗൾ ഓഫ് വൈനാണ്. അതായത് ഫ്രണ്ട്സായിട്ടുള്ളവരെ ഗ്രീറ്റ് ചെയ്യാനായിട്ടും റൈറ്റ് ഹാൻഡിൽ സ്വോർഡ് പിടിച്ച് നിൽക്കുകയാണ്, എനിമീസിനെ ഫൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അതാണ് ഇവർ മെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ നടക്കുവാണ് ഓരോരോ സ്ഥലങ്ങളിൽ കാണാനായിട്ട്. ഓൾഡ് ടിബ്ലിസി ടൗൺ കാണണമെങ്കിൽ ഇതിങ്ങനെ താഴോട്ട് നടന്ന് പോകണം. ഇത് തന്നെ തിരിച്ച് കയറുകയും ചെയ്യണം. ഞാൻ നരിഗല ഫോർട്രസിനെ കുറിച്ച് പറഞ്ഞില്ല. അത് ശരിക്കും
കിങ്ഡം ഓഫ് ഐബീരിയ ആയിരുന്നു അത്. ആ സമയത്താണ് അത് ബിൽഡ് ചെയ്തത്. വക്താങ് വൺ ഗോർഗസാലി എന്ന് പറയുന്നൊരു കിങ് ആണത് ഉണ്ടാക്കിയത്. ഇതുപോലെ കാട്ടിലൊക്കെ നിറച്ചും പൂക്കളാണ്. ഇതൊരു ചർച്ചാണ്. ഈ ചർച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയില്ല. ചർച്ചിൻ്റെ ഉള്ളിൽ മിക്കവാറും എല്ലാം ഒരേപോലെയുള്ള കൺസ്ട്രക്ഷനൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ അലൗഡ് അല്ല അവിടെ. ഇത് ഓൾഡ് ടിബ്ലിസി ടൗണിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. ഇവിടുത്തെ പൂച്ചകളും പട്ടികളും ഒക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പ്രത്യേകിച്ച് പട്ടികളൊക്കെ. ഡോഗ്സൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അവർ നമ്മളെ കടിക്കാനൊന്നും വരത്തില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ പതുക്കെ നടക്കത്തേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ചെവിയിൽ ഇങ്ങനെ എന്തോ ഒരു മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏത് സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ ചെവിയിൽ, അതിപ്പോൾ വളർത്തുന്നതെന്നൊന്നുമില്ല, സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ ചെവിയിലും അവർ മാർക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഇതൊക്കെ ചെറിയുടെ പഴങ്ങളാണെന്ന് തോന്നുന്നു. അതിൻ്റെ മരവും ഒക്കെയാണ് ചെറിപ്പഴം. ഇവിടുന്ന് നമുക്ക് ടിബ്ലിസി ടൗണൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു സ്ഥലത്തിരുന്ന് നമുക്ക് നേച്ചറൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ സാധിക്കും. റോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലൂം ചെയ്ത് നിൽക്കുകയാണ്. ഇതൊക്കെ നല്ല നല്ല സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന ചെടികളൊക്കെയാണ്. കാണാൻ ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണാനൊക്കെ. അതുപോലെ ഒരുപാട് പിന്നെ ഇത് ഗ്രേപ്സ് അല്ല, ഗ്രേപ്സൊക്കെ എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും ഒരു ഗ്രേപ്സ് ഇങ്ങനെ പടർത്തിയിട്ടേക്കും. അതുപോലെ തന്നെ ക്രീപ്പറിൻ്റെ റോസുകളും അതും പടർത്തി ഇങ്ങനെ ഇട്ടേക്കുന്ന കാണാം. ഭയങ്കര രസമാണ് അതൊക്കെ കാണാനായിട്ട്. വൈനിൻ്റെ നഗരമായതുകൊണ്ടല്ലേ ഗ്രേപ്സ് ഇഷ്ടം പോലെ ഇവിടെ കാണാൻ സാധിക്കും. റെഡ് വൈനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതാണ് മദർ ഓഫ് ജോർജിയ സ്റ്റാച്യു. ഫ്രണ്ട് വ്യൂ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് നമ്മൾ കയറി ചെന്ന് അതിൻ്റെ താഴത്തെ ഒരു ഭാഗമായിട്ട്, അതായത് സ്റ്റാച്യുവിൻ്റെ താഴത്തെ ഭാഗമായിട്ട് നമ്മൾ ചെന്നു. അതിന് ചുറ്റിനും ഈ ഒരു കാഴ്ചകളൊക്കെയാണ്. നല്ല വ്യൂ ആണ്, പനോരമിക് വ്യൂ ഇവിടെ നമുക്ക് കിട്ടും. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രെഡ് ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മളിനിയും ബ്രിഡ്ജ് ഓഫ് പീസ് അതിലേക്ക് പോവുകയാണ്. ഈ ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഇത് ഖുറാൻ നദിയുടെ കുറുകെയായിട്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏകദേശം 150 മീറ്റർ ഇതിൻ്റെ ഒരു നീളമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മെത്തീക്കി ചർച്ചും നമ്മുടെ നരികല ഫോർട്രസ്സും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പീക്കോക്കിനെയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. 20 ലാരിയാണ്. ഇതാണ് അതിൻ്റെ ആ ഒരു ബ്രിഡ്ജിൻ്റെ വ്യൂ. ഖുറാൻ നദിയുടെ കുറുകെ കൂടെ ആണ് ആ ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പാട്ടും ഇടയ്ക്ക് ഇങ്ങനെ പാട്ടുകളൊക്കെ കേൾക്കാം. ഓരോരുത്തർ അവിടെ നിന്ന് പ്ലേ ചെയ്യും. നമ്മുടെ ഈ സ്ട്രീറ്റുകളിലൊക്കെ ഓരോ ആൾക്കാർ ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ പ്ലേ ചെയ്യും. അപ്പം ആൾക്കാരൊക്കെ അവർക്ക് പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് ശരിക്കും വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ അടുത്തത് പോയത്. ജവാരി മൊണാസ്ട്രി എന്ന് പറയുന്നൊരു വെരി ഫേമസ് ആയിട്ടുള്ളൊരു മൊണാസ്ട്രിയാണ് ജവാരി മൊണാസ്ട്രി. ഈ ജവാരി മൊണാസ്ട്രി എന്ന് പറയുന്ന ഒരു ജോർജിയൻ ഓർത്തഡോക്സ് മൊണാസ്ട്രിയാണ്. മെറ്റ്സ്കേത്ത എന്ന് പറയുന്ന സ്ഥലത്താണ്, ഈസ്റ്റേൺ ജോർജിയയിൽ. അപ്പോൾ ഈ മൊണാസ്ട്രി വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വന്നിട്ടുള്ളൊരു, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വന്നിട്ടുള്ളതാണ്. ദൂരെ കാണുന്ന ഒരു ട്രെയിനാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നതാണ്. ഇതിൻ്റെ അവിടുത്തെ വ്യൂസാണ് ഇതൊക്കെ. ചുറ്റോട് ചുറ്റും മലകൾ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു മൊണാസ്ട്രി വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വന്നിട്ടുള്ള യുനെസ്കോയുടെ. അതുപോലെ തന്നെ ഇത്
അതായത് ഒരു മൗണ്ടൻ ടോപ്പിലാണ് ഈ മൊണാസ്ട്രി. എല്ലാ മൊണാസ്ട്രി മൗണ്ടൻ ടോപ്പിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മിക്കവാരിയും അതുപോലെ അരഗാവി റിവേഴ്സ് തമ്മിലുള്ള ഒരു സംഗമ സ്ഥലം ആണ് ഈ ഒരു മൊണാസ്ട്രി. ഇതൊരു സ്പൈഡർ ലില്ലി പോലെയുള്ള ഒരു ചെടിയാണ്. നല്ല ഭംഗിയാണ്, വയലറ്റ് കളറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ജവാരി മൊണാസ്ട്രിയെ കുറിച്ച് പറയുമ്പം കിങ്ഡം ഓഫ് ഐബീരിയയുടെ ടൈമിലായിരുന്നു ഈ ഒരു മൊണാസ്ട്രി നിർമ്മിച്ചത്. അതായത് സെയിൻറ്റ് നിനോ എന്ന് പറയുന്ന ഒരു സെയിൻറ്റ് വന്നിട്ട് 4th സെഞ്ച്വറിയിൽ നമ്മുടെ ജോർജിയനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തു. കിങ് മിരിയൻ III ഓഫ് ഐബീരിയ ആ ടൈമിലാണ് സെയിൻറ്റ് നിനോ ഇവിടെ വന്നിട്ട് ജോർജിയനെ എല്ലാം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതാണ് ആ 2 റിവറിൻ്റെ സംഗമസ്ഥലം. മിക്കവാരി അരഗാവി റിവേഴ്സിൻ്റെ സംഗമസ്ഥലമാണ് ഇത്. 914 സാജിദ് ഇൻവേഷൻ്റെ സമയത്ത് കുറേയൊക്കെ ചേർച്ച് അറബ്സ് ബേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ ടൈമിലാണ്, സോവിയറ്റ് പീരീഡ് സമയത്ത് പിന്നെ ഇത് റീബിൽഡ് ചെയ്തു. പിന്നീട് അത് ഈ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വന്നപ്പോഴത്തേക്കിനും എല്ലാം ഒന്നുകൂടെ റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഇമേജ് എന്ന് പറയുന്നത് അസെൻഷൻ ഓഫ് ദി ക്രോസ് ബാസ് റിലീഫ് എബവ് ദി സദേൺ എൻട്രൻസ് ഓഫ് ദി ജവാരി മൊണാസ്ട്രി എന്നാണ് ഞാൻ വിക്കിപീഡിയയിൽ കണ്ടത്. അത് സംതിങ് റിലേറ്റഡ് ടു ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ പോകുന്ന വഴിയാണ്. എൻ്റെ 2 സൈഡിലായിട്ട് മഞ്ഞ പൂക്കളാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു വ്യൂ ആണ് അത്. നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ ജോർജിയയുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഒരു ചർച്ചിലേക്കാണ് പോകുന്നത്. ഈ ചർച്ചിൻ്റെ പേര് വെറ്റിസ്കോവേലി കത്തീഡ്രൽ എന്നാണ്. അതായത് കത്തീഡ്രൽ ഓഫ് ദ ലിവിങ് പില്ലർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതും ഒരു ഓർത്തഡോക്സ് ചർച്ച് ആണ്. മെറ്റ്സ്കേത്ത എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക് ടൗണിൻ്റെ അടുത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നോർത്ത് വെസ്റ്റ് ഓഫ് ജോർജിയൻ ക്യാപിറ്റൽ ഓഫ് ടിബ്ലിസി. ഈ ഒരു ചർച്ചും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വന്നിട്ടുള്ളതാണ്. വെറ്റിസ്കോവേലി ചർച്ച് ബിൽഡ് ചെയ്തിരിക്കുന്ന 1010 1029 മധ്യയാണ്. ആർക്കിടെക്റ്റ് അർസൂഖ് ഡിസ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ് ഈ ഒരു കത്തീഡ്രൽ ബിൽഡ് ചെയ്തത്. അതായത് the invasion of the Catholics, Melchizedek's first of Georgia, ആ ഒരു ടൈമിലാണ് ആർക്കിടെക്റ്റ് ഈ ഒരു ചർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സമയത്തെ ജോർജിയൻ കിങ്ങിൻ്റെ നെയിം
ഗിയോർഗി ഫസ്റ്റ് എന്നാണ്. ഇതിൻ്റെ ഒറിജിനൽ ചർച്ച് 4th സെഞ്ച്വറി AD മിരിയൻ തേർഡ് ഓഫ് കർട്ട്ലി എന്ന് പറയുന്ന ഇബീരിയൻ കിങ് ആണ് ആദ്യത്തെ ഒറിജിനൽ ചർച്ച് വന്നത്. സെയിൻറ്റ് നിനോ ആണ് ജോർജിയനെ ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഇതിൻ്റെ ശരിക്കുള്ള നോട്ടബിളായിട്ടുള്ള റീകൺസ്ട്രക്ഷൻ നടത്തിയത് 14th സെഞ്ച്വറിയിലായിരുന്നു. പിന്നീട് അത് ടമർലാൻ എന്ന് പറയുന്ന ആൾ ഡിസ്ട്രോയ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് റിനോവേഷൻ നടന്നത് 15th സെഞ്ച്വറിയിലായിരുന്നു. പിന്നെ ശരിക്കുള്ള ലാസ്റ്റ് റിനോവേഷൻ വന്നത് 17th സെഞ്ച്വറിയിലും ആയിരുന്നു. ഇതിന് ചുറ്റിനും ഒരു ഡിഫെൻസീവ് വോളൊക്കെ കാണാൻ സാധിക്കും. അത് എറിക്കേൽ 1787 ആ കിങ്ങിൻ്റെ ടൈമിലായിരുന്നു ഈ ഡിഫെൻസീവ് വോളൊക്കെ ഉണ്ടാക്കിയത്. ഈ ബോത്ത് ജിവാരി മൊണാസ്ട്രിയും വെറ്റിസ്കോവേലി കത്തീഡ്രലും എല്ലാം രണ്ടും വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് യുനെസ്കോയുടെ അണ്ടറിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് അവരുടെ ഡിഫെൻസീവ് വോളുകൾ. ഇതിൽ നമുക്ക് ഇൻസൈഡ് ഞാൻ ജസ്റ്റ് പുറത്തുനിന്നൊന്ന് എടുത്തതാണ് ഇതിൻ്റെ ഒരു ക്ലിപ്പിങ്സ്. ഇതുപോലെ ഇരിക്കും ഇതിൻ്റെ അകം. ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ചർച്ചിൻ്റെ ഇൻസൈഡൊക്കെ കാണാനായിട്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ജോർജിയൻ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ അടുത്ത സ്ഥലത്തിലുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. താങ്ക്